Dear students, how are you? Today we are going to discuss about a new chapter. Chapter 4, Hygiene, our strength. ശുചിത്വമാണ് നമ്മുടെ സ്ട്രെങ്ത് അല്ലേ? ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ഹെൽത്ത് ഈസ് വെൽത്ത്. നമ്മൾ നല്ല ശുചിയുള്ളവരായി നല്ല വൃത്തിയുള്ളവരായിരിക്കുമ്പോൾ നല്ല ഹൈജീനായിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുന്നത് അല്ലേ? ഇവിടെ നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കുക. വാട്ട് യു ക്യാൻ സീ ദർ? യെസ്, ദർ ഇസ് എ റാറ്റ് അല്ലേ? റാറ്റ് എന്താ ചെയ്യുന്നത്? ഒരു പെട്ടിയൊക്കെ ആയിട്ട് ആൾ എങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണ്. ഇവിടെ ഒരു മൊസ്കിറ്റോ ഉണ്ട്. ദെൻ എ മണിയൻ ഫ്ലൈ. മണിയൻ ഈച്ച എന്ന് കേട്ടിട്ടില്ലേ? ഒരു മണിയൻ ഫ്ലൈ ഉണ്ട്, ഒരു മൊസ്കിറ്റോ ഉണ്ട്, ദെൻ എ റാറ്റ്. ഓക്കെ, ഈ റാറ്റ് എങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ അന്വേഷിക്കുന്നുണ്ട് അല്ലേ? വാട്ട് അബൌട്ട് ദിസ് വില്ലേജ്? വാട്ട് യു ക്യാൻ സീ ദർ? യെസ്, ഇറ്റ്സ് എ clean village. Okay, all the areas are kept clean. Okay, then there is, you can see a sewage canal covered with a slab. There is no water spill from this tap, and there is no stagnant water, waste water. Okay, then all the roads and the surroundings of this house are kept clean. The well covered with net. Okay, there is a compound wall. Okay, so you can see there is a beautiful village. So this rat and mosquito going to leave this village. Okay, അപ്പോൾ എന്താ പറഞ്ഞത്? ഇതൊരു ക്ലീൻ വില്ലേജ് ആണല്ലേ? ഇവിടെയുള്ള കാനകളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്, വെൽസ് നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്, കോമ്പൗണ്ട് വാൾസ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ റോഡ്സും ഈ വീടിൻ്റെ മിറ്റവും എല്ലാം നല്ല ക്ലീൻ ആണ്. ഒരു തുള്ളി പോലും വെള്ളം പാഴാവുന്നില്ല. സ്റ്റാഗ്നൻറ്റ് വാട്ടർ ഇല്ല, കെട്ടിക്കിടക്കുന്ന വെള്ളമില്ല, വേസ്റ്റ് വാട്ടർ ഇല്ല, അഴുക്ക് വെള്ളങ്ങളൊന്നുമില്ല, ക്ലീൻ അല്ലേ? സോ ഈ റാറ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്? റാറ്റ് ഈ സ്ഥലം വിട്ട് പോവാണ്. അവർക്ക് റാറ്റും മോസ്കിറ്റോ ഒക്കെ എവിടെയാണ് കാണുക? യെസ്, ക്ലീൻ അല്ലാത്ത സ്ഥലത്ത് അല്ലേ? അൺക്ലീൻഡ് ഏരിയാസിലാണ് ഇവരൊക്കെ കാണാം. സോ ഇത്രയും ക്ലീൻ ആയൊരു സ്ഥലത്ത് മോസ്കിറ്റോസിനും റാറ്റ്സിനൊക്കെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ദേ പ്ലാൻ ടു ലീവ് ദിസ് വില്ലേജ്. ഓക്കെ, നോക്കാം നമുക്ക്. ഹായ് അങ്കിൾ റാറ്റ്, വേർ ആർ യു ഗോയിങ്? ആരാ ചോദിക്കുന്നത്? മോസ്കിറ്റോ ചോദിക്കുകയാണ്. ഹായ് അങ്കിൾ റാറ്റ്, എങ്ങടാ പോണേന്ന്? ഐ എം ലീവിങ് ദ കൺട്രി ഡിയർ മോസ്കിറ്റോ. അപ്പോൾ മോസ്കിറ്റോട് റാറ്റ് പറയാണ്, ഞാൻ ഈ സ്ഥലം വിടുകയാണെന്ന്. മോസ്കിറ്റോ ചോദിക്കുന്നു, വാട്ട് ഹാപ്പൻഡ്? വാട്ട് ഹാപ്പൻഡ്? മോസ്കിറ്റോ ചോദിക്കുകയാണ്, എന്ത് പറ്റിയെന്ന്. അപ്പോൾ റാറ്റ് എന്ത് പറഞ്ഞു? റാറ്റ് സെഡ്, ഹൗ ക്യാൻ പീപ്പിൾ ലൈക്ക് അസ് ലിവ് ഇൻ ദിസ് ക്ലീൻ ലാൻഡ്? ഓക്കെ, ഐ കാൺ ലിവ് സ്റ്റാർവിങ് ലൈക്ക് ദിസ്. നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയയിൽ താമസിക്കാൻ പറ്റുക? ഐ കാൺ ലീവ് സ്റ്റാർവിങ് ലൈക്ക് ദിസ്. എനിക്കിങ്ങനെ പട്ടിണി കിടന്ന് ജീവിക്കാൻ വയ്യ. സ്റ്റാർവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി. ഓക്കെ, യു ആർ റൈറ്റ്. മോസ്കിറ്റോ പറയാണ്, യു ആർ റൈറ്റ്. ദർ ഈസ് നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ലൈയിങ് എനിവേർ ടു ലേ മൈ എഗ്സ്. മോസ്കിറ്റോ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. യു ആർ റൈറ്റ്. ദർ ഈസ് നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ലൈയിങ് എനിവർ. ഒരു തുള്ളി വെള്ളം എവിടെയും കാണാനില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലേ മൈ എഗ്സ്. മോസ്കിറ്റോസ് എവിടെയാ എഗ് ലേ ചെയ്യുക? ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ അല്ലേ? എവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലാണ് മോസ്കിറ്റോസ് എഗ് ലേ ചെയ്യുന്നത്. ലേയിങ് മൈ എഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വിരിയിക്കാൻ അല്ലെങ്കിൽ മുട്ടയിടാൻ. ഓക്കെ, all my friends have left as life has become difficult. All my friends have left as life has become difficult. May I come with you too? അപ്പോൾ മോസ്കിറ്റോ എന്ത് പറഞ്ഞു? എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇവിടുത്തെ ജീവിതം ഡിഫിക്കൾട്ടായതുകൊണ്ട് ഇവിടെ വിട്ടുപോയി. മേ ഐ കം വിത്ത് യു ടു? ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ? എനിക്കും ഇവിടെ മുട്ടയിടാൻ പോലും ഒരു തുള്ളി വെള്ളം ഇല്ലയാണ്. ഓക്കെ, ദെൻ ഇതാരാണ്? യെസ്, മണിയൻ ഫ്ലൈ. അപ്പം മണിയൻ ഫ്ലൈ ആ സമയത്ത് എന്ത് പറയുന്നു? മൈ സിറ്റുവേഷൻ ഈസ് ഈക്വലി മിസറബിൾ.
മിസറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖകരം. എൻ്റെ സിറ്റുവേഷനും ഇതുപോലെ തന്നെ ഈക്വലി വിഷമത്തിലാണ്. ഐ ആം ഓൾസോ കമ്മിങ്. മണി ആൻഡ് ഫ്ലൈ ജോയിൻ ദം ടു. ഞാനും നിങ്ങളുടെ കൂടെ വരികയാണെന്ന് പറഞ്ഞിട്ട് മണി ആൻഡ് ഫ്ലൈയും അവരുടെ കൂടെ പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് റാറ്റ്, വൈ റാറ്റ് ലീവിങ് ദിസ് സിറ്റി? യെസ്, ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ലീവ് ഇൻ ദി ക്ലീൻ ലാൻഡ് അല്ലേ. ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇത്തരം റാറ്റ്സ് ആൻഡ് മോസ്കിറ്റോ, മണി ആൻഡ് ഫ്ലൈ ഇവർക്കെല്ലാം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ദേ ഡിസൈഡഡ് ടു ലീവ് ദിസ് ലാൻഡ്. ഓക്കെ, നെക്സ്റ്റ് അവരെവിടെ എത്തി? ഈ പിക്ചർ നോക്കിയേ. വാട്ട് യു ക്യാൻ സീ ദർ? യെസ്, ഇറ്റ്സ് എ അൺക്ലീൻ പ്ലേസ് അല്ലേ. ദർ ഈസ് സോ മെനി വേസ്റ്റ് മെറ്റീരിയൽസ് ആർ ഡംപ്ഡ് ഹിയർ ആൻഡ് ദർ. ഓക്കെ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. നോക്കുക. ദെൻ ദർ ഇസ് എ ഡോഗ്, cattle, crow. There is a uncovered well. Okay, all the areas are dumping with so many waste. അല്ലേ, ഒരുപാട് വേസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള വേസ്റ്റ് ഉണ്ട് അല്ലേ. എന്തൊക്കെയുണ്ട്? മീറ്റ് വേസ്റ്റ് ഉണ്ട്, ദെൻ ബോട്ടിൽസ് ഉണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ട്, ഓക്കെ, ടയർ ഉണ്ട്. ദെൻ ഇത്രയും വേസ്റ്റ് ഇവിടെ ഇങ്ങനെ ഡംപ് ചെയ്തിട്ടിരിക്കുകയാണ്. സോ ദ റാറ്റ്, മോസ്കിറ്റോ ആൻഡ് മണി ആൻഡ് ഫ്ലൈ വർ ഹാപ്പി അല്ലേ. അവർക്ക് ഹാപ്പിയായി, അവർക്ക് ജീവിക്കാൻ പറ്റിയ ഏരിയ അവർ കണ്ടെത്തി. അപ്പോൾ ഇവരെന്താ പറയുന്നത്? വാവ്, ലക്കി ദാറ്റ് വി കെയിം ഹിയർ. നമ്മളിവിടെ വന്നത് എത്ര ഭാഗ്യമായി അല്ലേ. അവർ ബോഡീസ് ഹാവ് സ്വെൽഡ് ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ്. മോസ്കിറ്റോ, റാറ്റ് പറയാണ് നമ്മളിവിടെ വന്നത് എത്ര ലക്കിയായി അല്ലേ. അവർ ബോഡീസ് ഹാവ് സ്വെൽഡ് ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ്. നമ്മളുടെ ബോഡി ഇത്രയും കുറച്ച് ദിവസം കൊണ്ട് തന്നെ എന്താണ് ആകെ തടിച്ചു കൊഴുത്തു അല്ലേ. ഇവിടെ നോക്കിയേ, ഇവരാകെ മെലിഞ്ഞിട്ടായിരുന്നു അല്ലേ. ദേ ആർ സ്റ്റാർവിങ്. അപ്പോൾ ഇവിടെ നോക്കി, ദേ ആർ സ്വെല്ലൻ ദെയർ ബോഡി ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ്. ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവർ അങ്ങ് തടിച്ചു കൊഴുത്തു അല്ലേ. കാരണം അവരുടെ ഫേവറബിൾ കണ്ടീഷനിൽ അവരെത്തി. അവരുടെ ഫേവറബിൾ കണ്ടീഷൻ ഏതായിരുന്നു? അൺക്ലീൻഡ് ഏരിയാസ്. ഓക്കെ, യാ, ലോട്ട് ഓഫ് ഫുഡ്, ദ ബെസ്റ്റ് പ്ലേസ് ഫോർ അസ്. മോസ്കിറ്റോ എന്ത് പറഞ്ഞു? യെസ്, ഇവിടെ നമുക്ക് ഒരുപാട് ഫുഡുണ്ട്. ലോട്ട്സ് ഓഫ് ഫുഡ് ദർ. ദ ബെസ്റ്റ് പ്ലേസ് ഫോർ അസ്, നമുക്ക് പറ്റിയ സ്ഥലം തന്നെയാണ്. വി ആർ നെവർ ഗോയിങ് എനിവർ എൽസ്. ദാറ്റ് ലെറ്റ്സ് ലീവ് ഹാപ്പിലി ഹിയർ, മണി ആൻഡ് ഫ്ലൈ റിമാർക്ക്ഡ് ജോയ്ഫുള്ളി. മണി ആൻഡ് ഫ്ലൈയും ഒരുപാട് സന്തോഷത്തിലാണ്. എന്ത് പറഞ്ഞു? വി ആർ നെവർ ഗോയിങ് എനിവർ എൽസ്. നമ്മൾ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. ലെറ്റ്സ് ലീവ് ഹാപ്പിലി ഹിയർ, നമ്മൾ ഇവിടെ തന്നെ ഹാപ്പിയായി ജീവിക്കാൻ പോവാണ്. ഡിഡ്ന്റ് യു സീ ദ ടു വില്ലേജസ് ഇൻ ദിസ് പിക്ചർ? നിങ്ങൾ ഈ രണ്ട് വില്ലേജസും കണ്ടില്ലേ? ഇതിൽ എവിടെയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ ഇഷ്ടം? വിച്ച് ഓഫ് ദീസ് വില്ലേജസ് ഡു യു പ്രിഫർ ടു ലീവ് ഇൻ? വൈ? എവിടെയാണ് നിങ്ങൾ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്? വൈ? എന്തുകൊണ്ടാണ്? യെസ്, നിങ്ങൾ ഈ സിറ്റിയിലാണ് അല്ലേ, ഫസ്റ്റ് സിറ്റിയിലാണ് നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ ഇഷ്ടം. എന്തുകൊണ്ടാണ്? ഹിയർ എ ക്ലീൻ വില്ലേജ് അല്ലേ. സോ ദർ ഈസ് നോ ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ബൈ ദീസ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് അല്ലേ. ക്ലീൻ ഏരിയാസിൽ നമുക്കെന്താ പലതരത്തിലുള്ള അസുഖങ്ങളൊന്നും വരില്ല. അൺക്ലീൻ ഏരിയാസ് ആണെന്നുണ്ടെങ്കിലോ ഒരുപാട് ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വരും അല്ലേ. കൊതുകുകളും റാറ്റ്സും ഒക്കെ പരത്തുന്ന ഒരുപാട് അസുഖങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ദെൻ വൈ യു ആർ പ്രിഫർ ടു ലീവ് ഇൻ ദിസ് ഫസ്റ്റ് വില്ലേജ്? യെസ്, ടു ലീവ് ഹെൽത്ത്ലി. ആരോഗ്യപരമായി നമുക്ക് ജീവിക്കണമെങ്കിൽ അവർ സറൗണ്ടിങ് ഷുഡ് ബി കെപ്റ്റ് ക്ലീൻ. Mosquitoes, flies and rats live in places that are not clean. Such creatures spread different diseases. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഏരിയ വേണമെന്ന് പറഞ്ഞത്? യെസ്, ടു ലീവ് ഹെൽത്ത്ലി അവർ സറൗണ്ടിങ് ഷുഡ് കെപ്റ്റ് ക്ലീൻ. നമ്മളുടെ ഏരിയാസ് എല്ലാം ക്ലീൻ ആയിരിക്കണം. മോസ്കിറ്റോസ്, ഫ്ലൈസ് ആൻഡ് റാറ്റ്സ് ലിവ് ഇൻ പ്ലേസസ് ദാറ്റ് ആർ നോട്ട് ക്ലീൻ. മോസ്കിറ്റോസും ഫ്ലൈസും റാറ്റ്സും ജീവിക്കുന്ന സ്ഥലങ്ങൾ നോട്ട് ക്ലീൻ. സച്ച് ക്രിയേച്ചേഴ്സ് എന്ത് ചെയ്യും? സ്പ്രെഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്
ഡിസീസസ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ എല്ലാ ഏരിയാസും, നമ്മളുടെ വീടും പരിസരവും സ്കൂളും എല്ലാം നമ്മളെപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസിൽ നിന്നും മോസ്കിറ്റോ ബൈറ്റ്സിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഏരിയാസ് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടും ചുറ്റുപാടും ഒക്കെ ക്ലീൻ ആക്കി വെക്കില്ലേ? ഓക്കെ, ഹിയർ യു ക്യാൻ സീ എ പിക്ചർ ഓഫ് മോസ്കിറ്റോ. മോസ്കിറ്റോനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? യെസ്, മോസ്കിറ്റോസ് ലേ എഗ്സ് ആൻഡ് മൾട്ടിപ്ലൈ ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ. മോസ്കിറ്റോസ് എവിടെയാണ് എഗ് ലേ ചെയ്യുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ? സ്റ്റാഗ്നൻറ്റ് വാട്ടർ. ദ മോസ്കിറ്റോസ് ലേ eggs and multiply in stagnant water. Where the mosquitoes lay their eggs and multiply in stagnant water. It takes 8 days for the eggs to hatch and grow fully. എത്ര ദിവസം വേണം? How much days for the eggs to hatch and grow fully? Yes, 8 days. It takes 8 days for the eggs to hatch and grow fully. അവർക്ക് ഫുള്ളായിട്ട് വളരാനും എഗ്ഗ് ഹാച്ച് ചെയ്യാനും ഒക്കെ, മുട്ട വിരിയുക. എഗ്സ് ടു ഹാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വിരിയുക. ഓക്കെ, എഗ്സ് ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഫുള്ളായിട്ട് അവർക്ക് വളർന്ന് ആ ഒരു മോസ്കിറ്റോ ആയിട്ട് പറന്ന് വരാൻ വേണ്ടിയിട്ടും അവർക്ക് 8 days ആണ് എടുക്കുന്നത്. ദ ബ്ലഡ് സക്കിംഗ് മോസ്കിറ്റോ സ്പ്രെഡ് സെവറൽ ഡിസീസസ്. ബ്ലഡ് സക്കിംഗ് മോസ്കിറ്റോസ്, നമ്മൾ മോസ്കിറ്റോസിൻ്റെ പ്രധാനമായിട്ടുള്ള ഫുഡ് എന്താ? യെസ്, ബ്ലഡ് സക്കിംഗ് അല്ലേ, ബ്ലഡാണ്. സോ ദ മോസ്കിറ്റോസ് സ്പ്രെഡ് സെവറൽ ഡിസീസസ് ലൈക്ക് മലേറിയ, ഡെങ്കു ഫീവർ ആൻഡ് ചിക്കൻ ഗുനിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വാട്ട് ആർ ദ ഡിസീസസ് സ്പ്രെഡ് ബൈ മോസ്കിറ്റോസ്? മലേറിയ, ഡെങ്കു ഫീവർ ആൻഡ് ചിക്കൻ ഗുനിയ. These diseases are spread by different types of mosquitoes like Anopheles, Aedes aegypti. ഓക്കെ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കൊതുകുകളുണ്ട്. ഇവരാണ് മോസ്കിറ്റോസ് ഉണ്ട്. ഇവരാണ് ഇങ്ങനെയുള്ള ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ പരത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മോസ്കിറ്റോസ് വളരാൻ സാധ്യതയുള്ള ഏരിയാസ് എവിടെയാ? സ്റ്റാഗ്നൻറ്റ് വാട്ടർ അല്ലേ, വെള്ളം ചുറ്റുപാടും വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിച്ച് കളയണം. മോസ്കിറ്റോസിനൊന്നും ജീവിക്കാൻ നമ്മൾ അനുവദിക്കരുത്. അങ്ങനെയാണ് നമുക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ റെയിനി സീസണിൽ എന്താണ്, മോസ്കിറ്റോസിൻ്റെ കൂടുതലാണ് അല്ലേ? മോസ്കിറ്റോസ് കൂടുതലാണ്. നമ്മുടെ ചുറ്റുഭാഗത്തും പലതരത്തിലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒഴിച്ച് കളഞ്ഞിട്ട് മോസ്കിറ്റോസിനൊക്കെ ഓടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ദിസ് ഇസ് എ പിക്ചർ ഓഫ് ഹൗസ് ഫ്ലൈ. The housefly is a small insect seen in our surroundings. നിങ്ങൾക്കറിയാം അല്ലേ ഹൗസ് ഫ്ലൈ? ഇറ്റ്സ് എ സ്മോൾ ഇൻസെക്ട് സീൻ ഇൻ അവർ സറൗണ്ടിങ്. ദിസ് ക്രിയേച്ചർ ഈസ് സീൻ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ് ആൻഡ് ഓൺ ഡീക്കേഡ് സബ്സ്റ്റൻസസ്. എവിടെയാണ് കാണുക ഹൗസ് ഫ്ലൈസ്? വേർ ദ ക്യാൻ സീ? യെസ്, ദീസ് ക്രിയേച്ചേഴ്സ് ഈസ് സീൻ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ് ആൻഡ് ഓൺ ഡീക്കേഡ് സബ്സ്റ്റൻസസ്. ചീത്ത വസ്തുക്കളിൽ, ചീഞ്ഞ വസ്തുക്കളിലൊക്കെ, അതുപോലെ തന്നെ പൊല്യൂട്ടഡ് ഏരിയാസിലൊക്കെയാണ് ഹൗസ് ഫ്ലൈസിനെ കാണുന്നത്. ദ ഹൗസ് ഫ്ലൈ മേ സിറ്റ് ഓൺ ദ ഫുഡ് സ്റ്റഫ് ദാറ്റ് ഈസ് സ്വീറ്റ് ഓർ കെപ്റ്റ് ഓപ്പൺ. എവിടെയാണ് ഹൗസ് ഫ്ലൈസ് ഇരിക്കുക? ഓപ്പൺ ആക്കി വെച്ച ഫുഡ് ഐറ്റംസിലും സ്വീറ്റിലും മധുരത്തിൻ്റെ മുകളിലൊക്കെയാണ്. മധുരമുള്ള ഫുഡ്, ഓപ്പൺ ആക്കി വെച്ച ഫുഡിൻ്റെ മുകളിലൊക്കെ ഹൗസ് ഫ്ലൈസ് വന്നിരിക്കും അല്ലേ? This small creature spread diseases like dysentery and cholera. Dysentery, cholera തുടങ്ങിയ ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇൻസെക്റ്റാണ് ഹൗസ് ഫ്ലൈ. ഓക്കെ, സോ ഹൗസ് ഫ്ലൈസിനെ നമ്മൾ ഓടിച്ചു വിടണം. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. ഫുഡ് എപ്പോഴും കവർ ചെയ്ത് വെക്കണം അല്ലേ? ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല, കവർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. Next you can see, yes, this is a rat. You might have seen the rat on roofs and the holes. എവിടെയാ റാറ്റ്സിനെ കാണാ? In the holes and on roofs. Okay, this chap bite into pieces and destroy
whatever come in his way. അവരുടെ വഴിയിൽ കണ്ട chap means this guy. Okay, this guy bites into pieces and destroy whatever come in his in his way. ആളുടെ മുന്നിൽ എന്തൊക്കെ കാണുന്നത് അതെല്ലാം കടിച്ചു മുറിച്ച് നശിപ്പിക്കും അല്ലേ. ഡിസ്ട്രോയ് മീൻസ് നാശാക്കുക. The rat visits the kitchen and storeroom in search of food. നമ്മളുടെ കിച്ചണിലും സ്റ്റോർ റൂമിലും ഒക്കെ എന്തിനു വേണ്ടിയിട്ട് റാറ്റ് വരാറുണ്ട്? ടു search for his food. The rat's excreta falls on these food articles, spreading different types of diseases. അപ്പോൾ എന്താണ്, നമ്മുടെ റാറ്റ്സ് കിച്ചണിലും അതുപോലെ സ്റ്റോർ റൂമിലൊക്കെ പരതി നടക്കും അല്ലേ, ഫോർ ദെയർ ഫുഡ്. ദ റാറ്റ്സ് എക്സ്ക്രീറ്റ മീൻസ് വിസർജ്യം ഫാൾസ് ഓൺ ദീസ് ഫുഡ് ആർട്ടിക്കിൾസ്. ഇത് നമ്മളുടെ കിച്ചണിലൊക്കെ കിച്ചൺ ഏരിയയിലൊക്കെ ഇവരുടെ എക്സ്ക്രീറ്റ വീണിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫുഡിൽ കൂടെ നമ്മുടെ ഫുഡായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് പകരും അല്ലേ. സ്പ്രെഡിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്. ഇറ്റ് ഈസ് ദ റാറ്റ് ദാറ്റ് സ്പ്രെഡ് ഡിസീസസ് ലൈക്ക് റാറ്റ് ഫീവർ, പ്ലാഗ് എക്സെട്ര. റാറ്റ് ഫീവർ, പ്ലാഗ് തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഡിസീസസ് ആണ് റാറ്റ് സ്പ്രെഡ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ഡിസീസസ് സ്പ്രെഡ് ബൈ റാറ്റ്സ്? യെസ്, റാറ്റ് ഫീവർ ആൻഡ് പ്ലാഗ്. ഓക്കെ, just think of the problems when the number of mosquitoes, flies and rats multiply. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും മോസ്കിറ്റോസും റാറ്റ്സും ഫ്ലൈസും എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രാൻസ്മിറ്റഡ് ഡിസീസസ് നമുക്ക് വരും അല്ലേ. There are organisms including those that are invisible to that naked eye that cause diseases. നമുക്ക് റാറ്റ്സും ഫ്ലൈസും അതുപോലെ തന്നെ മോസ്കിറ്റോസും കൂടാതെ തന്നെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലേ, ലൈക്ക് ബാക്ടീരിയ, വൈറസസ്, ഇൻക്ലൂഡിങ് ദോസ് ആർ ഇൻവിസിബിൾ ടു ദി നേക്കഡ് ഐസ് അല്ലേ. നമ്മൾ നേക്കഡ് ഐ കൊണ്ട് പോലും കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലെയുള്ള ഫ്ലൈസ് ഒക്കെ ഉണ്ട് അല്ലേ. എന്താണ്, നമുക്ക് ഒരുപാട് അസുഖങ്ങൾ തരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കൊറോണ എന്ന് പറഞ്ഞാൽ ഈ ഡിസീസ് ആരാ പരത്തുന്നത്? കോവിഡ് വൈറസസ് ആണല്ലേ. അങ്ങനെ ഒരുപാട് വൈറസസും ബാക്ടീരിയാസും അതുപോലെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലൈസ്, ഇൻസെക്ട്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഓർഗാനിസംസ് നമുക്ക് ഡിസീസസ് പരത്തുന്നുണ്ട്. വി മസ്റ്റ് എൻഷുർ ദാറ്റ് സിറ്റുവേഷൻസ് വേർ സച്ച് ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ആർ അവോയ്ഡഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഓർഗാനിസംസിൻ്റെ ഒക്കെ നമ്മളുടെ ഏരിയാസിൽ നിന്ന് അവരൊക്കെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഏരിയാസ്, സറൗണ്ടിങ്സ് എപ്പോഴും കെപ്റ്റ് ക്ലീൻ. വാട്ട് ക്യാൻ വി ഡു ഫോർ ദിസ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ഏരിയാസ് ക്ലീൻ ചെയ്യാൻ? യെസ്, ടു നോട്ട് അലോ വേസ്റ്റ് മെറ്റീരിയൽ ടു അക്യുമുലേറ്റ്. വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ രണ്ടാമത്തെ പിക്ചറിൽ കണ്ടുല്ലേ, വേസ്റ്റ് മെറ്റീരിയൽസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടന്ന് അവിടെ പലതരത്തിലുള്ള കണ്ടോ, ഇങ്ങനെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യരുത്. ഡോണ്ട് അലോ സച്ച് ടൈപ്പ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ടു അക്യുമുലേറ്റ്. ഓക്കെ, ദെൻ അവോയ്ഡ് വാട്ടർ സ്റ്റാഗ്നേഷൻ. വാട്ടർ സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. മഴക്കാലത്ത് പ്രത്യേകിച്ചും ചിരട്ടകൾ, നമ്മൾ കോക്കനട്ട് ഷെല്ല്, അതുപോലെ പൊട്ടിയ പാത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ മുറ്റത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിടുക. അതിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. സോ അവോയ്ഡ് വാട്ടർ സ്റ്റാഗ്നേഷൻ. ഒബ്സർവ് പേഴ്സണൽ ഹൈജീൻ. എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ടിരിക്കണം. ഒബ്സർവ് പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വ്യക്തി ശുചിത്വം പാലിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കുളിക്കണം, ബാത്തിങ്, പിന്നെ എന്ത് ചെയ്യണം, മണ്ണിലൊക്കെ നമ്മൾ ചെരുപ്പില്ലാണ്ട് നടക്കാൻ പാടില്ല. പിന്നെ എന്താണ്, മണ്ണിൽ കളിക്കരുത്. കളിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, കൈയൊക്കെ നന്നായിട്ട് എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. ഓക്കെ, കീപ് ഹൗസ്, സ്കൂൾ, പബ്ലിക് പ്ലേസസ് എക്സെട്ര ക്ലീൻ. നമ്മുടെ വീട്, സ്കൂള്, പബ്ലിക് പ്ലേസസ് ഒക്കെ എപ്പോഴും കെപ്റ്റ് ക്ലീൻ, കീപ് ക്ലീൻ. ഓക്കെ, ദ ഫുഡ് ആൻഡ് വാട്ടർ വി ടേക്ക് മസ്റ്റ് ബി ക്ലീൻ. നമ്മൾ കഴിക്കുന്ന ആഹാരം, വെള്ളം, ഫുഡ് ആൻഡ് വാട്ടർ വി ടേക്ക് മസ്റ്റ് ബി ക്ലീൻ. നല്ല വൃത്തിയുള്ള ഫുഡും വെള്ളമൊക്കെ നമ്മൾ
കഴിക്കണം. ഓക്കെ. ഡു നോട്ട് പ്ലേ ഇൻ ഡേർട്ടി വാട്ടർ. ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമാണ്. അപ്പം നമ്മൾ കെട്ടിക്കിടക്കുന്ന ഡേർട്ടി വാട്ടർ, അഴുക്ക് വെള്ളത്തിലൊന്നും കളിക്കാൻ പാടില്ല. ഡു നോട്ട് പ്ലേ ഇൻ ഡേർട്ടി വാട്ടർ. ഡു നോട്ട് കീപ് യുവർ ഫുഡ് അൺകവേർഡ്. എന്ത് ചെയ്യരുത്? ചെരുപ്പില്ലാതെ നടക്കരുത്. ഡു നോട്ട് കീപ് യുവർ ഫുഡ് അൺകവേർഡ്. ഓക്കെ. താങ്ക് യു.